അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദി പ്രവാസികൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സൗദി അറേബ്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയണത് എന്താ വെച്ചാൽ, വലിക്കാൻ പറ്റാത്ത ഏരിയ ഉണ്ടാവും എയർപോർട്ടിൽ, അതേപോലെ ഈ സൂക്കിൽ, മാളുകളുള്ളിൽ, അങ്ങനെ പല സ്ഥലത്തും വലിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നും നിങ്ങൾ സിഗരറ്റ് വലിക്കരുത്. കാരണം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും സിഗരറ്റ് വലിക്കാൻ പറ്റാത്ത ഏരിയ തന്നെ വെച്ചിട്ടുണ്ടാവും. എയർപോർട്ടിലൊക്കെ 200 റിയാൽ ഫൈൻ എന്നാണ് കാണിക്കുക. അങ്ങനെ പല സ്ഥലത്തും അത് ബോർഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഫൈനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ നിയമവാര വകുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇക്കാമ വാങ്ങി അതിൽ നിങ്ങൾക്ക് പിന്നെ അത് ഫൈൻ തരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അത് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ട്രാവൽ ബാനായി, പിന്നെ കോടതിയിൽ നിന്ന് കേസായി, അതൊക്കെ ആയിട്ടാണ് വരിക. അത് ഏതാ വരിക? കോടതി ദീവാനും മുതാലിം എന്ന് പറഞ്ഞ കോടതി, വലിയ മേൽക്കോടതിയാണ്. ആ കോടതിയിൽ നിന്നാണ് മെസ്സേജ് വരിക, കേസ് അതിൻ്റെ കേസായിട്ട്. ആ പൈസ അടക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പൊതുസ്ഥലത്ത്, നമ്മളറിയാത്ത പിന്നെ വലിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിങ്ങൾ സിഗരറ്റ് വലിക്കരുത്. വലിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും. ഈ മാളുകളൊക്കെ ആണെങ്കിൽ സിഗരറ്റ് വലിക്കേണ്ട പിന്നെ സ്ഥലം രീതി കാണിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെ ഉണ്ടാവും, അവിടെ നിന്ന് വലിക്കാം. അല്ലാതെ നിങ്ങൾ വലിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേക ഓർമ്മിക്കാണ്, ശ്രദ്ധിക്കുക. സിഗരറ്റ് വലിക്കുന്നത് വലിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം വലിക്കുക, അല്ലാത്തവർ വലിക്കാൻ നിൽക്കണ്ട. വലിയ കാര്യമൊന്നുമില്ലല്ലോ, സിഗരറ്റ് വലിച്ചില്ലാച്ചൊന്നും വരാനൊന്നുമില്ല, പട്ടിണിയാവുന്നില്ലല്ലോ. അപ്പോൾ എന്താ ശ്രദ്ധിക്കുക, സിഗരറ്റ് വലിക്കാൻ പറ്റാത്തതും സിഗരറ്റ് വലിക്കരുത്. പിന്നെ ഫൈൻ കിട്ടി ഞാൻ അടക്കാതിരുന്നാലും നിങ്ങൾ ട്രാവൽ ബാനാവും, പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നാട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ട അവസരമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഫൈനൊക്കെ പിന്നെ ഒന്നായിട്ടുണ്ടാവും. പിന്നെ കോടതിയിലെ നമ്പറിൽ നിങ്ങൾ അബ്ഷറും കൊണ്ടുപോയി അതിന് മക്തബിൽ പോയിട്ട് ആ പൈസ അടക്കണം. അതിന് മക്തബ് പോയിട്ട് അടക്കണ്ടേ, ആ അബ്ഷറുമായിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എന്ത് സംശയം? അസ്സലാമു അലൈക്കും.